പച്ച ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കുന്നേ, ഇതിപ്പോ തീരുമല്ലോ പച്ച? ഇപ്പൊ തീരും. ഈ കളർ പേപ്പർ കൂടി ഒട്ടിച്ചാൽ മതി. വെള്ളിപ്പച്ചന്റെ കുട്ടിക്കാലം മുഴുവൻ ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള നക്ഷത്രം നല്ല രസമായിരിക്കും കാണാൻ. മോൻ ഇഷ്ടായോ? ആ, പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ പുൽക്കൂട് ഉണ്ടാക്കും. ഇത് നമ്മൾ പേപ്പറൊക്കെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത ശേഷം കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ആ, അടിപൊളി. മോനുണ്ടാക്കിയതാ വെള്ളിപ്പച്ചൻ. ഇതെന്നാ കാണിക്കാപ്പാ? സ്റ്റാർ. ക്രിസ്മസ് ഇല്ല മോനെ, കുഞ്ഞിന്റെ ഒരു ആഗ്രഹത്തിന് സ്റ്റാർ ഉണ്ടാക്കിയതാ. അപ്പനൊക്കെ ഇത് ഏത് നൂറ്റാണല്ലേ ജീവിക്കുന്നത്? ഇപ്പത്തെ കാലത്ത് ആരെങ്കിലും മുള എല്ലിക്ക് വെച്ച് നക്ഷത്രം ഉണ്ടാക്കുവോ? ദേ ഞാനാണ് LED സ്റ്റാർ മേടിച്ചു വന്നിട്ടുണ്ട്. ദേ സ്റ്റാർ കണ്ടോ? ദേ ഇതൊക്കെ ഇപ്പത്തെ കാലത്ത് ചെയ്യുന്നത്, അല്ലാതെ ഈ മുള എല്ലിയൊന്നും വെച്ചോണ്ടല്ല. ദേ ദേ ഞാൻ വരുമ്പത്തേക്ക് ഇതെല്ലാം വരിച്ചു വരി ദൂരെ കളഞ്ഞേക്കണം. വിഷമിക്കണ്ട. അപ്പച്ച, ഇതെന്നാ പറ്റി? എന്നാ വിഷമിച്ചിരിക്കുന്നേ? ഞങ്ങളൊക്കെ മനസ്സിലായില്ലേ? ദേ ഇതാരാന്ന് നോക്കിയേ. ഇവനെ മനസ്സിലായോ? ദേ ഇതാണ്ടോ, ഇവൻ ഗൾഫിൽ നിന്ന് വന്നതാ. നോക്കിയേ, ദേ ഇത് തൊമ്മി, നമ്മുടെ തോട്ടത്തിലെ. ഞാനും ബെന്നിയെ കാണാൻ വരുന്നതല്ലേ, ഞങ്ങളെ മനസ്സിലായില്ലേ? ഇതെന്നാ പറ്റിയേ? എടാ മക്കളെ, നിങ്ങളെല്ലാവരെയും എനിക്ക് മനസ്സിലായി. ഈ സ്റ്റാർ കണ്ടോ? ബെന്നിച്ചന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത്. എന്ത് ബുദ്ധിമുട്ടി, രാവിലെ തുടങ്ങിയ പണിയായിരുന്നു. പക്ഷെ അവന് ഇത് കണ്ടപ്പം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പഴയ ആളല്ലേ, കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇതുകൊണ്ട് കളയാൻ പറയുന്നു. വല്ലാത്തൊരു വിഷമോടാ, അതൊന്നും പറഞ്ഞ മനസ്സിലാകല്ല. അപ്പച്ചാ, ബെന്നി എന്തി? ആ എടാ, ആൻ്റെ നീ എന്നാടാ വന്നേ? കുപ്പി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതുകൊണ്ട് കളഞ്ഞില്ല ഇതുവരെ. ഇതുകൊണ്ട് കളയാൻ ഞാൻ പറഞ്ഞാലേ. കേറി വാടാ, വാ. എന്നെ കേറി വാടാ. മോനെ, ചെറുപ്പത്തിൽ എന്റെ മോൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതുപോലെ സ്റ്റാർ ലൈറ്റ്. അപ്പച്ചൻ അതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട്. എനിക്ക് അവന്റെ ഇടപെടൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് അച്ഛനോട് പെരുമാറുന്നത്. വളരെ കഷ്ടം. അവനൊക്കെ ഇങ്ങനെ എങ്ങനെയാടാ? പുള്ളി ഒരു പാവം മനുഷ്യനായതുകൊണ്ടല്ലോ. ഭയങ്കര വിഷമായി പോയി. ദേവൻ വരുന്നുണ്ട്. ആ എടാ എടാ, ഞാൻ ക്ലാസ് എടുത്തു തരാവേ. എന്നാ വർത്തമാനടാ ബെന്നി നീ അച്ഛനോടൊക്കെ പറയുന്നേ? കഷ്ടം. നീ ഇത്ര ക്രൂരനാവരുത്.
ഒന്നുമില്ല നിന്റെ അപ്പനല്ലടാ. ആ പുള്ളി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് കഷ്ടമുണ്ട് കേട്ടോ. ഒന്നുമല്ലെങ്കിലും നിന്റെ മോന് വേണ്ടിയിട്ടാ പുള്ളി ആ സ്റ്റാർ ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. എങ്ങനെയാടാ അച്ഛനോട് നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത്? എടാ, അപ്പൻ ഇപ്പോഴും പഴഞ്ചനാ. ഈ കാലം മാറിയതൊന്നും അപ്പൻ അറിയുന്നില്ല. ഞാനിപ്പോഴും കൊച്ചു കുഞ്ഞാണെന്ന് അപ്പന്റെ വിചാരം. എന്നാലും നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എടാ പിന്നെ നമ്മൾ എത്ര വലുതായാലും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളെന്നും കുഞ്ഞുങ്ങളാ. ആദ്യം നീ മനസ്സിലാക്കണം. എടാ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, ചെറുപ്പത്തിൽ നിനക്കൊരു പനി വന്ന് എന്ത് ടെൻഷനായിരുന്നു അറിയാവോ നിന്റെ അപ്പന്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാതിരാത്രി വന്ന് കാശ് മേടിച്ചിട്ടുണ്ട്. എന്റെ പപ്പാടയിൽ നിന്ന് ഒരുപാട് കാശ് മേടിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടിയിട്ടാ ഇതെല്ലാം. വളരെ വിഷമമുണ്ട്, വളരെ വിഷമമുണ്ട്, വളരെ വിഷമമുണ്ട്. നീ അങ്ങനെയൊന്നും പറയരുതായിരുന്നു. നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും അപ്പന്റെ ഓരോ പ്രവൃത്തികളും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആ അതൊക്കെ പോട്ടെ. എടാ, ഞാൻ കുറെ ലൈറ്റും LED സ്റ്റാറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കണക്ഷൻ എടുത്ത് നമുക്കൊന്ന് കൊടുക്കണം. എന്നാ വാ എഴുന്നേറ്റ്. അതങ്ങോട്ട് ഇടാം. തോമിച്ച അതങ്ങോട്ട് മാറ്റിയിട്ടേടാ. ആ തൊട്ട് ടേപ്പ് ഉണ്ടോടാ? ടേപ്പൊന്നും മേടിക്കാൻ എനിക്ക് പറ്റിയില്ലടാ. നീ തിരിച്ചു വെച്ചിട്ട് അത് മോന്റെ കൈ എത്തില്ലാത്ത രീതിയിൽ അങ്ങ് പൊക്കി അങ്ങ് വെച്ചാൽ മതി. അതിലൊന്നും പോയി ആരും പിടിക്കാനൊന്നും പോകത്തില്ല. ഹലോ, എന്നാടി? ഞാൻ വന്നേക്കാം. എടാ, വീട്ടിൽ നിന്ന് വിളി വന്നു, എനിക്ക് പോകണം. എടാ, സാധനം അത് ബാക്കി അവിടെ ഇരിക്കും. നീ അത് ഫിനിഷ് ചെയ്തിട്ട് പോയാൽ മതി. തീർക്കടാ പെട്ടെന്ന്. അത് കഴിഞ്ഞില്ലേ? അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എടാ വാ. എടാ, ആ ലൈറ്റ് സ്റ്റാർ വല്ലതും തെളിയിക്കണ്ടേ? ഒരെണ്ണം ഒഴിച്ച് ഫിനിഷ് ചെയ്യാം. അതങ്ങ് ഫിനിഷ് ചെയ്തേരെ. ഒഴിക്കട്ടെ. നീ അത് പെട്ടെന്ന് തീർക്ക്. വീട്ടിൽ നിന്ന് വിളി തുടങ്ങി. എടാ, നീ ആ സ്റ്റാർട്സ് എല്ലാം കത്തിക്കുന്ന കണ്ടേച്ച് പോയാൽ മതി. എടാ, നേരെ സ്വിച്ച് ഓണാക്ക. അപ്പ എന്നാ പറ്റി? കുറച്ച് വെള്ളം എടുത്തടാ. അപ്പച്ച, ഇതെന്നാ പറ്റി? അപ്പ ഇതെന്നാ പറ്റിയേ? അപ്പച്ച ഇതെന്നാ പറ്റി? ഇതെന്നാ പറ്റി? മോനെ വെല്ലിച്ച. എന്നാ അപ്പ? എല്ലാരും എനിക്ക് ഒരുപോലെയാടാ. നിന്റെ മോനും നീയും എനിക്ക് ജീവനാണ്. ഒരപ്പന്റെ വിഷമവും സങ്കടമൊക്കെ അറിയണമെങ്കിൽ നീയും എന്റെ പ്രായം എത്തണോടെ മോനെ. എന്റെ പ്രായം എത്തണം. എന്നോട് ക്ഷമിക്കപ്പ.